ഹലോ. മെയ്സ് ലേണിംഗിന്റെ ഡിജിറ്റൽ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് വീഡിയോസിൽ പല രീതിയിലുള്ള സൈബർ ഫ്രോഡുകളെ പറ്റി അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകളെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും ന്യൂസിലും മറ്റുമായിട്ട് കേൾക്കുന്നതാണ്. കുറച്ച് പേർക്കെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പല രീതിയിലുള്ള സൈബർ തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഫൈനാൻഷ്യൽ ഫ്രോഡുകളുണ്ട്, ഓൺലൈൻ ജോബ് തട്ടിപ്പുകളുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന പല രീതിയിലുള്ള സൈബർ ക്രൈമുകളുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനിയുള്ള രണ്ടോ മൂന്നോ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ സൈബർ സ്പേസിനെ പറ്റി ഒട്ടും അറിവില്ലാത്ത ആളുകളായിരിക്കും ഇങ്ങനെയുള്ള തട്ടിപ്പിന് ഇരയാവുന്നത് എന്ന് കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അവയർനെസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വലിയ രീതിയിൽ ഇത്തരം തട്ടിപ്പിന് ഇരകളാവുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിന് കാരണം? ആക്ച്വലി ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഇതിലേക്ക് വീഴ്ത്തുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നു അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നു. എന്നിട്ട് പറയാണ് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഈ ലിങ്കിൽ കയറിയിട്ട് ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ആയി പോകും. സോ അങ്ങനത്തെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പാനിക് ആവുന്ന സമയത്ത് നമുക്ക് നോർമലി തിങ്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നോർമലി നമ്മുടെ ബ്രെയിനോ ലോജിക്കോ വർക്ക് ചെയ്യുന്ന പോലെ ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ആവുന്നില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് അയ്യോ എന്റെ അക്കൗണ്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യും. സോ ഇങ്ങനെ പല രീതിയിൽ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് എടുക്കുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സൈബർ ഫ്രോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്? അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ സൈബർ ഫ്രോഡുകളിലെ ഫൈനാൻഷ്യൽ ഫ്രോഡിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്ന്, ലോട്ടറി ഫ്രോഡ് അല്ലെങ്കിൽ ഫേക്ക് പ്രൈസ് ഫ്രോഡ്. നിങ്ങൾ കിലുക്കം സിനിമയിലെ കിട്ടുണ്ണീട്ടന് ലോട്ടറി അടിച്ച സീൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കാമധേനു ലോട്ടറി 10 ലക്ഷം മാരുതി കാറും. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നമ്പർ നേരത്തെ അറിഞ്ഞിട്ട് നമ്പർ പറയുന്നു, ലോട്ടറി അടിക്കുന്നു, സന്തോഷമായി. പിന്നെ പോയിട്ട് കുറച്ച് വെല്ലുവിളി ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇമെയിൽ വരുന്നു. ഇമെയിൽ പറയുന്നു നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു. ഇമെയിൽ റിസീവ് ചെയ്യുന്നു. ഇമെയിൽ പറയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ദുബായ് ഗവൺമെന്റിന്റെ 50 കോടി ലോട്ടറി അടിച്ചു. അപ്പോൾ സന്തോഷമായി, ലോട്ടറി അടിച്ചാണല്ലോ. അപ്പൊ നമുക്ക് കിട്ടുണ്ണി ചന്ത പോലെ തന്നെ സന്തോഷമായി, ലോട്ടറി അടിച്ചു. പക്ഷെ അവർ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ കുറച്ച് ഫോർമാലിറ്റി ഉണ്ട് പൈസ കിട്ടണമെങ്കിൽ. അപ്പൊ അതൊക്കെ ആ ഫോർമാലിറ്റി എല്ലാം ഫോളോ ചെയ്യണം. എന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ പറയും. കുറച്ച് പ്രോസസ്സിംഗ് ഫീ ഉണ്ടാവും, പിന്നെ കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ടാവും, ഇൻകം ടാക്സിന്റെ അതറൈസേഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇടണം എന്ന് പറയും. ഇപ്പൊ 50 കോടി അടിച്ചാൽ ചിലപ്പോ 20 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവും. അപ്പം 50 കോടിയിൽ എന്ത് 20 ലക്ഷം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക. ലോട്ടറി അടിച്ചല്ലോ, ലോട്ടറി കിട്ടാൻ കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള ധാരണയിൽ നമ്മൾ അവർ ചോദിച്ച പൈസ അവർക്ക് കൊടുക്കും. അപ്പോ സത്യത്തിൽ ലോട്ടറി അടിച്ച ആർക്കാണ്? ആ ചോദിച്ച തട്ടിപ്പുകാർക്കായിരിക്കും. കാരണം നമുക്ക് 50 കോടി കിട്ടാനും പോകുന്നില്ല, നമ്മുടെ അവർ ചോദിച്ച 10-20 ലക്ഷം പോവുകയും ചെയ്യും. സോ ഇങ്ങനെ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ വേറൊരു ടൈപ്പ് തട്ടിപ്പ് എൻ്റെ ഒരു സുഹൃത്തിന് ഒരിക്കലുണ്ടായി. അപ്പോ പുള്ളി ഓൺലൈനിൽ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ആ സംസാരിക്കുന്ന ആള് പറഞ്ഞു, ഞാൻ ഇറ്റലിയിൽ നിന്നാണ്. ഞാൻ വെസ്റ്റ് ബംഗാളിൽ ഒരു ഫാം ഹൗസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നെക്സ്റ്റ് മന്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മന്ത് വരുന്ന ഡേറ്റ് ആവുന്നു. ഡേറ്റ് ആവുന്ന സമയത്ത് ഈ സുഹൃത്ത് മെസ്സേജ് അയക്കുകയാണ്, എൻ്റെ ഒരു ബാഗിൽ കുറച്ച് ഡോളർ ഉണ്ട്. ഡോളർ കസ്റ്റംസ്
കൊൽക്കത്ത എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ വേണം. പിന്നെ കോൾ വരുന്നത് കസ്റ്റംസിൽ നിന്നാണ്. കസ്റ്റംസ് വിളിച്ചിട്ട് പറയാണ്, ഓക്കെ നിങ്ങൾ ഒരു 80,000 രൂപ അയച്ചു തന്നാൽ ഈ ബാഗ് വിട്ടുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരൻ 80,000 അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, വന്നു കഴിഞ്ഞാൽ ഡോളറിൽ പകുതി നിനക്ക് തരാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവൻ അത് വിശ്വസിച്ചിട്ട് ആ 80,000 അയച്ചു കൊടുക്കുകയാണ്. അവിടെ നിങ്ങൾ പറ്റിക്കപ്പെട്ടു. കാരണം നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ സമ്മതത്തോടു കൂടിയാണ് പൈസ അയച്ചു കൊടുക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും പൈസ ഞങ്ങൾ തരാം, അപ്പൊ അതിൽ ചെറിയൊരു പോർഷൻ നിങ്ങൾ കുറച്ച് ക്ലിയറൻസിന് വേണ്ടി തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ അയച്ചു കൊടുക്കണം. പക്ഷെ പിന്നെ നമുക്ക് ലോട്ടറിയും ഇല്ല, ഒന്നുമില്ല, കിട്ടുണ്ടി ചേട്ടൻ പോയി തിരിച്ചു വന്ന അവസ്ഥയായിരിക്കും അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ഇമെയിൽസ് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിനെ ഒരു സംശയത്തോടു കൂടി നോക്കണം അല്ലെ. നിങ്ങൾക്ക് 50 കോടി ലോട്ടറിയിൽ 20 ലക്ഷം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ തട്ടിപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇമെയിൽസിന് ഒരിക്കലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഇമെയിൽ ആവാം, ഫോൺ കോൾ ആവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള വേറെ പരസ്യങ്ങളാവാം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വന്ന് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ലോട്ടറി അടിക്കുന്നതൊക്കെ നമുക്ക് അറിയുന്നല്ലേ, ലോട്ടറി അടിക്കുന്ന പ്രൊസീജിയർ ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അവെയർ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അതുപോലെ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പൈസ അയച്ചു കൊടുക്കാതെയും ഇരിക്കുക. ഓക്കെ, അടുത്ത ഒരു തട്ടിപ്പാണ് CVV അല്ലെങ്കിൽ OTP ഫ്രോഡ്. CVV നമുക്കറിയാം, നമ്മുടെ ATM കാർഡിന്റെ പുറകുവശത്തുള്ള ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. OTP നമുക്കറിയാം, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരുന്ന ഒരു കോഡാണ്. സോ CID മൂസയിൽ കള്ളന്റെ അടുത്ത് അഡ്രസ്സ് എഴുതാൻ കൊടുത്ത പോലെ ആയിരിക്കും നിങ്ങളെ ആരെങ്കിലും വിളിക്കും, എന്നിട്ട് ഒരു ഫോൺ കോൾ റിസീവ് ചെയ്യും. ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ആണെന്നൊക്കെയാണ് പറയുക ചിലപ്പോൾ. എന്നിട്ട് നിങ്ങളുടെ കാർഡിൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് റിസീവ് ചെയ്യണമെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും. അക്കൗണ്ട് ഡീറ്റെയിൽസും കാർഡ് നമ്പറും പിന്നെ CVV ഒക്കെ ചോദിക്കും. അതിനുശേഷം പറയും ഒരു OTP വന്നിട്ടുണ്ടാവും, അതും കൂടെ പറഞ്ഞാലേ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറയും. നമ്മൾ വിചാരിക്കും ഓക്കെ, ബാങ്കിന്റെ ആളല്ലേ, വിശ്വസത്തോടെ കൊടുക്കാം എന്നുള്ളത്. നമ്മൾ ധൈര്യമായിട്ട് OTP പറയും. OTP പറഞ്ഞ അടുത്ത മൊമെന്റിൽ കള്ളൻ ഫ്ലാറ്റിൽ കയറിയ പോലെ, കൊച്ചുണ്ണി ഫ്ലാറ്റിൽ കയറിയ പോലെ എന്ത് സംഭവിക്കും, നിങ്ങളെ കയ്യിലെ കാശ് മുഴുവൻ പോവും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? യെസ്, അത് തന്നെ, നമ്മുടെ മണിച്ചിത്രത്താഴിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുക. അതായത് OTP യോ CVV യോ MPIN ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ എക്സ്പ്രഷൻ ഞാൻ പറയില്ല, എന്ത് വന്നാലും പറയില്ല. പിന്നെ ബാങ്കുകൾ അങ്ങനെ ഒരിക്കലും ഇത്തരം ഡീറ്റെയിൽസ് OTP യോ CVV യോ MPIN ഒന്നും ഫോൺ വഴിയോ ഇമെയിൽ വഴിയോ ഒരിക്കലും ചോദിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ അങ്ങനെ ആരെങ്കിലും വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ അവര് തട്ടിപ്പുകാരാണ്, ബാങ്കുകാരല്ല. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, അടുത്തത് ഫ്രോഡ് യൂസിങ് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളാണ്. സോ അതെ, കൗതുകം ലേശം കൂടുതലാണ്. കൗതുകം കൂടിപ്പോയിട്ട് നമ്മൾ ചിലപ്പോൾ തട്ടിപ്പിന് ഇരകളാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ OLX പോലെയുള്ള പല പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു ബൈക്ക് സെല് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുന്നു. ഓക്കെ, എനിക്കൊരു ബൈക്ക് സെല് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിൽ ഇടുന്നു. അപ്പോൾ അത് കണ്ടിട്ട് തട്ടിപ്പുകാർ എന്നെ വിളിക്കും. ഇവരെല്ലാം ചെയ്യുന്നത് ഇവർ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് കാണിക്കാൻ വേണ്ടി. ഇവർ ചിലപ്പോൾ CSF പേഴ്സണൽ ആണെന്നോ എയർപോർട്ട് ഡ്യൂട്ടിക്ക് ഇതാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബാങ്കിന്റെ ആൾക്കാരാണെന്നോ പറയും. അപ്പൊ അങ്ങനെയൊക്കെ പല നാട്യങ്ങളോട് കൂടിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇട്ട ആഡ് കണ്ടിട്ട് വിളിക്കുകയാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യമുണ്ട്, ഞാൻ പർച്ചേസ് ചെയ്യാൻ റെഡി ആണെന്ന് പറയും. അങ്ങനെ ഡീലൊക്കെ ഉറപ്പിക്കും. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറയും, ഓക്കെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു 10,000 റുപ്പീസ് തരാം, UPI വഴി ഗൂഗിൾ പേ അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ UPI ID ഒക്കെ ചോദിക്കും. ട്രസ്റ്റ് അവർ ലെജിറ്റിമേറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിക്കും. പക്ഷെ എല്ലാം തട്ടിപ്പായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഒരു മണി റിക്വസ്റ്റ്, പേ റിക്വസ്റ്റ് 10,000 റുപ്പീസിനുള്ള
പേ റിക്വസ്റ്റ് നമുക്ക് അയക്കും. അതിന്റെ കൂടെ പ്ലീസ് അക്സെപ്റ്റ് ദ മണി ബൈ ടൈപ്പിംഗ് യുവർ എംപിൻ. എംപിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അടിക്കുന്ന പിന്നാണ്. അപ്പോൾ എംപിൻ അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മണി അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയും. മണി അക്സെപ്റ്റ് ചെയ്യാൻ എംപിൻ വേണോ എന്ന് നിങ്ങൾ അപ്പൊ ആലോചിക്കില്ല ചിലപ്പോൾ. അപ്പൊ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? എംപിൻ പൈസ റിസീവ് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല. ഞാൻ പൈസ അയക്കാൻ മാത്രമേ എനിക്ക് ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ യു പി ഐയിൽ എംപിൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു റിക്വസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി എംപിൻ കൊടുക്കും. എംപിൻ കൊടുക്കാൻ എന്ത് സംഭവിക്കും? അത് റിക്വസ്റ്റ് അല്ല അവിടെ സംഭവിച്ചത്, നമ്മുടെ കാശ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് വഴിയുള്ള തട്ടിപ്പുകളിൽ കൗതുകം കൂടി പോയിട്ട് നമ്മൾ ഒരിക്കലും വീണു പോവാതിരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരിക്കലും പൈസ റിസീവ് ചെയ്യാൻ നമുക്ക് എംപിന്നിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കുക, അവര് തട്ടിപ്പുകാരാണ്. റിമോട്ട് ആക്സസിങ് ആപ്പ് വഴിയുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ഒരു റീഫണ്ട് കിട്ടണം. ഞാനൊരു ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഓർഡർ ചെയ്തൊരു സാധനത്തിന് എനിക്ക് ഒരു റീഫണ്ട് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കസ്റ്റമർ കെയറിന്റെ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്നായിരിക്കും ചിലപ്പോൾ എനിക്ക് കസ്റ്റമർ കെയറിന്റെ നമ്പർ കിട്ടുന്നത്. പക്ഷെ ആ വെബ്സൈറ്റ് ഒരു ഒറിജിനൽ വെബ്സൈറ്റ് ആവണമെന്നില്ല. അതൊരു ഫേക്ക് വെബ്സൈറ്റോ മാനിപ്പുലേറ്റഡ് വെബ്സൈറ്റോ ആയിരിക്കാം. ഈ തട്ടിപ്പുകാർ പോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ആയിരിക്കാം. അവർ അവരുടെ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ ആ നമ്പർ ശരിയാണെന്ന് വിചാരിച്ചിട്ട് അതിൽ വിളിക്കും. അയാൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ തട്ടിപ്പുകാരൻ പറയും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ദി ആക്സസ് കോഡ് ഫോർ ഇനീഷ്യേറ്റിംഗ് ദ റീഫണ്ട് പ്രോസസ്. റീഫണ്ട് പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസ് കോഡൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറയും. ഈ കോഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവർ പറഞ്ഞ ലിങ്കിൽ കയറിയിട്ടാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അവർക്ക് ആക്സസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ തട്ടിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സമയം നമ്മൾ ആ ആക്സസ് കോഡും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് അവർക്ക് റിമോട്ടായിട്ട് ആക്സസ് കിട്ടുന്നു. എന്നിട്ട് നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആവാം, എംപിൻ ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പും ഇന്ന് നടക്കുന്നുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? റിമോട്ട് ആക്സസിങ് ആയിട്ടുള്ള ആപ്പുകൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു അൺനോൺ എൻറ്റിറ്റി പറയുകയാണ് ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. എനിക്ക് കുറച്ച് ആഴ്ചകൾ മുന്നേ ഒരു ഫോൺ കോൾ വരികയാണ്. DTDC കൊറിയറിന്റെ ഓഫീസിൽ നിന്നാണ് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ആധാർ നമ്പർ, എൻ്റെ ആധാർ നമ്പറൊക്കെ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ആധാർ നമ്പറിൽ ഒരു കൊറിയർ മലേഷ്യയിലേക്കോ സിംഗപ്പൂരിലേക്കോ അയച്ചിട്ടുണ്ട്, അതിൽ കുറെ ഇല്ലീഗൽ സബ്സ്റ്റൻസുകൾ ഉണ്ട് എന്ന് പറയണം. എന്നിട്ട് കുറെ ഇല്ലീഗൽ സബ്സ്റ്റൻസിന്റെ പേര് അവർ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഫ്രോഡ് ആണ് എന്നുള്ളത്. അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ സാർ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, പേടിക്കേണ്ട സാർ, ഞങ്ങളൊരു ലിങ്ക് അയക്കാം, അത് മുംബൈ സൈബർ പോലീസിന്റെ ഓൺലൈൻ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ ലിങ്ക് ആണ്, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പറയുന്ന ഡീറ്റെയിൽസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ, ഒരു ലിങ്ക് അവർ തരികയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഫ്രോഡ് ആണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് മുംബൈ സൈബർ പോലീസിന്റെ ഓഫീസ്, ഞാൻ അവിടെ പോയിക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞു. അപ്പൊ തന്നെ അവർ ഫോൺ വെച്ചിട്ട് പോയി. അവർക്ക് മനസ്സിലായി ഓക്കെ ഇത് പരിപാടി നടപടിയാവില്ല, അപ്പൊ പിന്നെ വേറെ ആളെ പിടിക്കാം. കാരണം ആളുകൾ ഒരുപാടുണ്ട് അവർക്ക്. അപ്പൊ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്തൊരു ലിങ്ക് അയച്ചിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഫിഷിംഗ് ഉണ്ട്, വിഷിംഗ് ഉണ്ട്, സ്മിഷിംഗ് ഉണ്ട്. ഓക്കെ, സോ ഫിഷിംഗ് ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് മെത്തേഡാണ്. ഒരു ലിങ്ക് അയക്കുന്നു, ടെക്സ്റ്റ് വഴിയോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമെയിൽ വഴിയോ ലിങ്ക് അയക്കുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ എന്തെങ്കിലും ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സാധനം അയക്കുന്നു. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതോട് കൂടി അല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ ഡിവൈസിലേക്കുള്ള ആക്സസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഫിഷിംഗ്. എന്താണ്
സ്കാമേഴ്സ് വിൽ കോൾ ടാർഗറ്റ്സ് ഫ്രം എ ഫോൺ, സ്പൂഫ്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കും, ഒറിജിനൽ ആളുടെ പേരായിരിക്കില്ല അതിൽ കാണിക്കാം. സോ അങ്ങനെ ഫോൺ വഴി നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു, ബാങ്കിന്റെയോ മറ്റോ റെപ്രസെന്റേറ്റീവ്സ് ആണെന്ന് പറയുന്നു. എന്നിട്ട് അവർ ഇതേപോലെ ചെയ്ത പോലെ തന്നെ എന്ത് സംഭവിക്കും, ലിങ്ക് അയച്ചിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അടുത്തത് സ്മിഷിംഗ് ആണ്. എന്താണ്? SMS വഴിയുള്ള ഫിഷിംഗ് അറ്റാക്ക് അല്ലേ? ഡൗൺലോഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ലിങ്ക് അയക്കുന്നു, ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയും. സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു തട്ടിപ്പാണ്. ഇപ്പോ മണിച്ചിത്രത്താഴിൽ ഇതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ അപ്പുറത്ത് നമ്മുടെ തട്ടിപ്പുകാരൻ ഇരിക്കുന്നുണ്ടാവും. ഓ, ഇയാളൊന്ന ലിങ്ക് ഓപ്പൺ ആക്കിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ടാവും. വൺസ് നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളുടെ കയ്യിലെ കാശ് ചിലപ്പോൾ പോവും, ഫോണിലെ നമ്മുടെ പേഴ്സണൽ ഡാറ്റ എല്ലാം നഷ്ടപ്പെടും. സോ സൂക്ഷിക്കുക. ഇതൊക്കെ തട്ടിപ്പിന്റെ പല രൂപത്തിലുള്ള കാര്യങ്ങളാണ്. സോ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? റാൻഡം മെസ്സേജുകളെ പറ്റി ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോ ഞാൻ അന്ന് കുറച്ച് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ എനിക്കൊരു ഫോൺ കോൾ വന്നുള്ളൂ. അതുപോലെ എൻ്റെ മെയിലിലേക്ക് ഒരിക്കലും എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഇതേപോലെ തന്നെയായിരുന്നു, എൻ്റെ പേരിൽ എന്തോ ഒരു കേസ് ഉണ്ട്, അപ്പൊ ആ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിൽ കയറിയിട്ട് പൈസ ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ അതിലെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഒരു FIR അങ്ങനെ എന്തോ ഒരു സാധനം, ഒരു ലീഗൽ ഡോക്യുമെന്റ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യയിലെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിന്റെയും സീല് അല്ലെങ്കിൽ അതിന്റെ പേര് അതിലുണ്ട്. CBI ഉണ്ട്, NIA ഉണ്ട്, ED ഉണ്ട്, അങ്ങനെ മഹാരാഷ്ട്ര പോലീസ് മുതൽ അങ്ങോട്ടുള്ള ടോപ്പ് ലെവൽ ഏജൻസീസ് വരെ അവരുടെ സീൽ അതിലുണ്ട്. അപ്പൊ നമ്മളിത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ തമാശ മനസ്സിലാവും. ഇവര് ഒന്നുകിൽ നിങ്ങൾ എന്തായാലും തട്ടിപ്പാണ് ചെയ്യുന്നത്. ചില ആളുകൾ അങ്ങനെയുണ്ട്, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിന്റെ കുറെ വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ തമാശ എടുത്ത് തോന്നും. കാരണം നമ്മുടെയൊക്കെ സ്കൂളുകളിൽ കുട്ടികൾ പ്രച്ഛന്ന വേഷത്തിന് പോലും ഇതിലേക്ക് നന്നായിട്ട് ഡ്രസ്സ്, പോലീസിന്റെ ഒക്കെ വേഷം കെട്ടി വരാറുണ്ട്. പക്ഷെ അവരതിലും തമാശയായിട്ടൊക്കെ ഇരിക്കും. പക്ഷെ എന്നിട്ട് പോലും ആളുകൾ ആ തട്ടിപ്പിന് ഇരകളാവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പേടിച്ചു പോവാണ്. അയ്യോ, എന്നെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ കയ്യിലെ കാശ് പോവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിച്ചു പോവാണ്. സോ അങ്ങനെ പേടിക്കാതിരിക്കുക, ഇതൊക്കെ തട്ടിപ്പാണ്. ഇങ്ങനെ കുറെ തട്ടിപ്പുകൾ ഉണ്ട്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഏതൊക്കെ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഓക്കെ, ഇത് തട്ടിപ്പായിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് പാനിക് ആവാണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കേസിൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? റാൻഡം മെസ്സേജുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടൊന്ന് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. അതേപോലെ തന്നെ ലിങ്കുകൾ തരും, ആ ലിങ്ക് ഒന്നും ദയവേത് ഓപ്പൺ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഏജൻസികൾ അങ്ങനെ ഒരു ലിങ്ക് അയച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്ന സിറ്റുവേഷൻ വളരെ റെയർ ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലിങ്ക് അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റാൻഡം മെസ്സേജ് വരികയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാതിരിക്കുക. ഇനി ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ബാങ്കിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ കാർഡ് കമ്പനിനെ വിളിച്ചിട്ട് നമ്മുടെ പേയ്മെന്റുകളെല്ലാം ഉടനെ തന്നെ, നമ്മുടെ അക്കൗണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉടനെ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക. അതിലൂടെ നമ്മുടെ ഫണ്ട് അവർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ ഫ്രോഡിൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. സോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒട്ടും പാനിക് ആവാതെ, ഓക്കെ, ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്, ഇത് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കുക. എന്നിട്ട് അങ്ങനെയുള്ള ലിങ്കുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത്, നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. സോ അത്രയും കാര്യങ്ങളാണുള്ളത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറെ തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളെ പറ്റി പരിചയപ്പെടാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.